പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കാണുന്നത് പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലുള്ള എലിഫന്റ് ട്രെയിനിങ് സെൻ്ററാണ്. കോന്നിയെ വിശേഷിപ്പിക്കുന്നത് പോലും ആനക്കൂടിൻ്റെ നാട് എന്നാണ്. 1898 തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ കാലത്താണ് ഇത് സ്ഥാപിതമാകുന്നത്. പിന്നീട് വന്യജീവി സംരക്ഷണ നിയമം ശക്തമാകുന്നതോടുകൂടി 1972 ഇത് ഒരു കാഴ്ചവസ്തുവായി മാറുകയാണ് ചെയ്തത്. വളരെ ശക്തിമത്തായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ കൂട് ഉണ്ടാക്കിയിരിക്കുന്നത് തമ്പകം എന്ന മരത്തിൻ്റെ തടി കൊണ്ടാണ്. പിന്നീട് നമ്മൾ കടന്നു ചെല്ലുന്നത് ഗ്യാലറിയിലേക്കാണ്. ഈ ഗ്യാലറിയെ 3 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. കയറി ചെല്ലുന്ന ഈ ഭാഗത്ത് പ്രധാനമായും ആനയെ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ചിത്രങ്ങളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. നല്ല മിഴിവും ഭംഗിയുമുള്ള ചിത്രങ്ങളൊക്കെയാണ്. പക്ഷേ കയറി ചെല്ലുന്ന ഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്ന ആ വലിയ ആനയുടെ ശില്പം അത്ര ഭംഗിയുള്ളതായി എനിക്ക് തോന്നിയില്ല. അതിന് ചുവട്ടിലായി ആനയെ കാട്ടിൽ നിന്നും വാരിക്കുഴിയിൽ വലിച്ച് താപ്പാനകളുടെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ കുങ്കിയാനകളുടെ സഹായത്തോടു കൂടി ആനക്കൂട്ടിൽ എത്തിക്കുന്നത് വരെയുള്ള മിനിയേച്ചർ ശില്പങ്ങൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇടതുവശത്തുള്ള അടുത്ത മുറിയിലാണ് നമ്മളെ ഏറ്റവും വിസ്മയിപ്പിക്കുന്ന ഒരു കാഴ്ചയുള്ളത്. അത് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന ഒരു ആനയുടെ അസ്ഥികൂടമാണ് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അതിൻ്റെ മുമ്പിൽ കൗതുകവും വിസ്മയമൊക്കെ ഉള്ള കണ്ണുകളോടുകൂടിയല്ലാതെ നമുക്ക് നിൽക്കുവാൻ കഴിയത്തില്ല. കേരളത്തിൽ ഒരുപക്ഷെ ഇതുപോലെ മറ്റൊരിടത്തും ഉണ്ട് എന്നും തോന്നുന്നില്ല. പണ്ട് ഏതോ കാട്ടിൽ സ്വൈര്യവിഹാരം ചെയ്തിരുന്ന ഒരു പാവം ഗജവീരൻ്റെ അവശേഷിപ്പാൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം ഇതിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ. ഇതിനോട് ചേർന്ന് ആ മുറിയിൽ തന്നെ മെരുക്കിയെടുക്കുന്ന ആനകളെ നിയന്ത്രിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന വിവിധ തരത്തിലുള്ള ആയുധങ്ങളാണ് കാണാൻ കഴിയുന്നത്. വളരെ മൂർച്ചയേറിയ ആയുധങ്ങളാണ്. ആനയുടെ പല്ലും അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. കത്തിയും തോട്ടിയും കുന്തമൊക്കെ നമുക്ക് പരിചയമുള്ളതാണ്. പക്ഷെ അതൊന്നും കൂടാതെ ഒരുപാട് ക്രൂരമായി ഇവരെ മെരുക്കിയെടുക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന വിവിധ തരത്തിലുള്ള ആയുധങ്ങളും അവിടെ കാണാം. നമ്മൾ എത്ര ക്രൂരമായാണ് മറ്റ് ജീവികളോട് പെരുമാറിയിരുന്നത് എന്നതിൻ്റെ തെളിവായി ഈ ആയുധങ്ങളൊക്കെ വരും തലമുറയ്ക്ക് കാണാവുന്നതാണ്. ഇന്നും മനുഷ്യൻ അതിൽ നിന്നും ഒന്നും തന്നെ വളരെ വ്യത്യസ്തനായിട്ടില്ല. മനുഷ്യനോട് തന്നെയുള്ള പെരുമാറ്റം വളരെ ക്രൂരമായിരുന്നല്ലോ കഴിഞ്ഞ ഒരു കാലഘട്ടം വരെ. അടിമത്തത്തിൻ്റെയൊക്കെ കാലം കഴിഞ്ഞിട്ട് അധിക നാളൊന്നും ആയിട്ടില്ല എന്ന് നമ്മൾ ഓർക്കണം. അടുത്തതായി പ്രധാന ഗാലറിയുടെ വലതുവശത്തായി ആനയുടെ ജീവിതചക്രത്തെക്കുറിച്ചും പിന്നെ വിവിധ സ്ഥലങ്ങളിലുള്ള ആനയുടെ സവിശേഷതയാർന്ന ചിത്രങ്ങളെക്കുറിച്ചുമൊക്കെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. അതുകൂടാതെ അതിൽ ഒരു സവിശേഷതയുള്ള ചിത്രമെന്ന് തോന്നുന്നത് മദപ്പാട് വന്ന ആനയുടെ കണ്ണിൻ്റെ ചിത്രമാണ്. ഈ പ്രധാന ഗ്യാലറിയുടെ പിറകിലായി ഒരു ചെറിയ ഗ്യാലറി കൂടെയുണ്ട്. അവിടെ ഉത്സവത്തിനും മറ്റും ആനയെ എഴുന്നള്ളിക്കുകയും മറ്റും ചെയ്യുമ്പോൾ അതിനെ അലങ്കരിക്കാൻ ഉപയോഗിക്കുന്ന അലങ്കാര വസ്തുക്കളുടെ പ്രദർശനമുണ്ട്. അത് നമുക്ക് എല്ലാവർക്കുമൊക്കെ തന്നെ അറിയാവുന്നതാണ്. മുത്തുകുട, ആലവട്ടം, വെഞ്ചാമരം, നെറ്റിപ്പട്ടം, തിടമ്പ് അതുപോലുള്ള വസ്തുക്കളുടെ ഒരു പ്രദർശനമാണ് പ്രധാനമായിട്ടും. അതുകൂടാതെ പലതരത്തിലുള്ള മെറ്റീരിയലുകൾ കൊണ്ടുണ്ടാക്കിയ
ആനയുടെ രൂപങ്ങളുടെ ഒരു പ്രദർശനം. അവിടെ അതൊക്കെയാണ് ഉള്ളത്. എല്ലാവർക്കും വന്ന് വിശ്രമിക്കുകയും മറ്റും ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു പാർക്ക് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. കുട്ടികളും മാതാപിതാക്കളും മുതിർന്നവരുമൊക്കെ വന്ന് ഇരിക്കുന്ന നല്ലൊരു പാർക്ക് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ കയറുന്നതിന് പ്രവേശന ഫീസായിട്ട് 80 രൂപയാണുള്ളത്. രാവിലെ 9 മുതൽ വൈകുന്നേരം 6 വരെയാണ് പ്രവേശന സമയം. തിങ്കളാഴ്ചകളിൽ ഇത് തുറക്കുന്നതല്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതിൻ്റെയും പിന്നിലായാണ് ആനകളെ സൂക്ഷിച്ചിരിക്കുന്നത്. അവരെ സൂക്ഷിക്കുകയും ചികിത്സിക്കുകയും പരിപാലിക്കുകയൊക്കെ ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് തണലൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അവിടെ അവരുടെ വേസ്റ്റ് നീക്കം ചെയ്യുകയൊക്കെ ചെയ്യുന്നത്, അവർക്ക് തീറ്റയും വെള്ളവും ഒക്കെ കൊടുക്കുന്നത് നമുക്ക് കാണാം. അവിടെയും അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ആളുകളെ വിശ്രമിക്കുകയും കാണാനും ഒക്കെ ഉള്ള, ഇരുന്ന് വിശ്രമിക്കാനും ഒക്കെ ഉള്ള സൗകര്യം. ഇയാൾ മതപ്പാടിലായിരുന്നു. അവൻ കുറച്ച് പുല്ലെടുത്ത് നമ്മളെ എറിയുകയൊക്കെ ചെയ്യും. നമ്മളത്ര ശ്രദ്ധിച്ചില്ല. മതപ്പാടിലാണെന്ന് അവിടെ അറിയിച്ചിട്ടുള്ളതാണ്. എന്തായാലും കോന്നി പത്തനംതിട്ട പ്രദേശത്തേക്കൊക്കെ പോകുന്നവർക്ക് അവിടെ ചെന്ന് ഈ കാഴ്ചകളൊക്കെ കാണാൻ ശ്രദ്ധിക്കുക. അതുകൂടാതെ അനവധി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ പത്തനംതിട്ടയിലും കോന്നിയുടെ സമീപ പ്രദേശങ്ങളിലും ഒക്കെ ആയിട്ട് ഉണ്ടല്ലോ. എല്ലാവർക്കും നന്ദി.